ഹലോ അനിമേ ലവേഴ്സ്, ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോളോ ലെവലിങ്ങിനെ പോലെ കൊറിയൻ മങ്വയെ ബേസ് ചെയ്ത് റിലീസ് ചെയ്ത ഒരു പുതിയ അനിമേഷൻ. ഇതിന്റെ മങ്വ ഞാൻ ഏറെക്കുറെ വായിച്ച് അവസാനിപ്പിക്കാറായി. ഇത് സോളോ ലെവലിങ്ങിന്റെ മറ്റൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും പ്രൊട്ടഗോണിസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് പവറപ്പ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറി. ഇതാണ് ഇതിന്റെ ചെറിയൊരു സമ്മറി. മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ സ്പോയിലർ ആവും. സോ ഇതിന്റെ മങ്വ വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോളോ ലെവലിങ്ങിനെ പോലെ നമുക്ക് തോന്നിയാലും ഒരുപാട് ഡിഫറൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഒരു ചെറിയ സമ്മറി പറയുകയാണെങ്കിൽ, ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ശക്തനായ രാജാവ്, എല്ലാ സ്ഥലവും എല്ലാ ആൾക്കാരെയും ഒരു മനസാക്ഷി ഇല്ലാതെ കൊന്ന് പിടിച്ചടക്കുന്ന ഒരു രാജാവ്. ഒരു ദിവസം ആ രാജാവ് മരിച്ചു. ശേഷം അയാൾ കണ്ണു തുറന്നപ്പോ അയാൾ മറ്റേതോ ഒരു ലോകത്തിലേക്ക് പുനർജനിച്ചു, അതും പഴയ ഓർമ്മകളുമായിട്ട്. തുടർന്ന് ആ ഓർമ്മകളുമായിട്ട് ജനിച്ച അവൻ എങ്ങനെ ആ ലോകത്ത് ജീവിക്കും, അവൻ എങ്ങനെ പുനർജനിച്ചു, അവനുള്ള ലോകത്തുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ്, ആരാണ് അവനെ കൊന്നത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ നടക്കുന്ന ഒരു പയ്യന്റെ കഥ. ഇത്രയുമാണ് ദ ബിഗിനിങ് ആഫ്റ്റർ ദ എൻഡിന്റെ സമ്മറി. സോ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. മസ്റ്റ് വാച്ച് ആണ്, നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് ദ ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസൺ 1 ആദ്യത്തെ എപ്പിസോഡാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹൈടെക് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു രാജാവ്, എല്ലാവരെയും കൊന്ന് സ്ഥലങ്ങൾ പിടിച്ചടക്കി ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു രാജാവ്. അയാളുടെ പേരാണ് ദ കിങ് ഗ്രേ. തന്റെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ, താൻ പിടിച്ചടക്കാൻ പോകുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ ഒരു ദയവുമില്ലാതെ അയാൾ കൊന്നൊടുക്കി. ശേഷം തന്റെ കിരീടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കിങ് ഗ്രേ പെട്ടെന്നൊരു വെള്ളത്തിലേക്ക് വീണു പോകുന്നു. വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്ന കിങ് ഗ്രേക്ക് ഒരു കുട്ടിയുടെ വോയിസ് കേൾക്കുന്നുണ്ട്. പ്ലീസ് നിന്റെ പുതിയ ജീവിതത്തിൽ ഒരു വെളിച്ചം കണ്ടുപിടിക്കുക. ഇത് കേട്ട് കണ്ണു തുറക്കുന്ന കിങ് ഗ്രേ കാണുന്നത് തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കപ്പിൾസിനെയാണ്. ഓ, അവന്റെ മുടി നോക്ക്, നിന്റെ അതേ കളറാണ് അവന്റെ മുടിക്ക്, പക്ഷെ അവന്റെ കണ്ണ് നിങ്ങളുടേതുപോലെയാണ് എന്ന് അവര് പറയുന്നത് കേട്ട് കിങ് ഗ്രേക്ക് അവർ ആരാണെന്ന് മനസ്സിലായില്ല. ഇവരൊക്കെ ആരാ, ഇതേതാ സ്ഥലം എന്ന് ചിന്തിക്കുന്ന കിങ് ഗ്രേയെ നോക്കി, ഹേയ് കുട്ടി ആർത്തർ, എന്റെ പേര് റെയ്നോൾഡ്, ഞാൻ നിന്റെ അച്ഛനാണ്, നിനക്ക് അച്ഛനെ കാണാൻ പറ്റുന്നില്ലേ, ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് അയാൾ കൈവീശി കാണിക്കുമ്പോ അവൻ ഇത് കേൾക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അവൻ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ആ സ്ത്രീ പറയുന്നു. പക്ഷെ ഇതൊന്നും കേൾക്കുന്ന കിങ് ഗ്രേക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല. അവർ രണ്ടുപേരും ആർത്തർ, ഞാൻ നിന്റെ അച്ഛനാണ്, ഞാൻ നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് കിങ് ഗ്രേയോട് പറയുന്നു. ഇതൊക്കെ കണ്ട് കിങ് ഗ്രേ, ഇവരെന്റെ പാരന്റ്സ് ആണെന്നാണല്ലോ പറയുന്നത്, അത് സത്യമാണെങ്കിൽ ഞാനിപ്പോ ജനിച്ചതേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കിങ് ഗ്രേക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതായത് കഴിഞ്ഞ ജന്മത്തിൽ രാജാവായിരുന്ന കിങ് ഗ്രേ അവിടെ വെച്ച് മരിച്ചുപോയി. ഇത് അദ്ദേഹത്തിന്റെ പുനർജന്മമാണ്. അയാളുടെ മുൻപിൽ കാണുന്ന രണ്ടുപേരുമാണ് അവന്റെ അച്ഛനും അമ്മയും, റെയ്നോൾഡും ആലീസും. അവർ രണ്ടുപേരും അവന് വെച്ച പേരാണ് ആർത്തർ. അവരുടെ മകനായിട്ട് പുതിയ ലോകത്തേക്ക് പുനർജന്മം എടുത്ത ഇവന്റെ പേരിന് കിങ് ഗ്രേ എന്നല്ല, ആർത്തർ എന്നാണ്. ശേഷം രണ്ടുപേരും ചേർന്ന് ആർത്തറിനെ നല്ലതുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ ആകെയുള്ളൊരു പ്രശ്നം, അവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, അവന് സ്വന്തം ശരീരം കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, എല്ലാം കൈവിട്ടു പോകുന്ന ഒരവസ്ഥ, ഒന്നും അവനെ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇപ്പൊ കുട്ടിയായ ആർത്തർ, എന്റെ ശരീരം എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എന്റെ ശരീരം ഇപ്പോ ഒരു ജയില് പോലെയാണ്, എനിക്ക് ഈ സ്വപ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുപോലെ ഈ അടുത്ത് വിചിത്രമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ കണ്ടു എന്ന് പറയുന്ന ആർത്തർ അവന്റെ അച്ഛൻ റെയ്നോൾഡ് ഒരു മാജിക് പവർ ഉപയോഗിച്ച് ഒരു വലിയ കല്ല് അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടു. അപ്പൊ തലയിൽ കല്ല് തട്ടുന്ന റെയ്നോൾഡിനെ ആലീസ് അവളുടെ ഒരു പവർ ഉപയോഗിച്ച് ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കാണുന്ന ആർത്തറിന് ഈ ലോകത്ത് മാജിക് പവർ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ആ മാജിക് പവർ ഉപയോഗിച്ച് റെയ്നോൾഡ് ഒരുപാട് മൃഗങ്ങളെ കൊല്ലുന്നുണ്ട്. അത് കാണുന്ന ആർത്തർ, ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയേണ്ടതുണ്ട്, അതുകൊണ്ട് ചുറ്റുപാടും ശ്രദ്ധയോടെ നോക്കി എല്ലാം കണ്ടു പഠിക്കണം. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന റെയ്നോൾഡിന്റെ കയ്യിലൊരു വെപ്പൺ ഉണ്ട്. അത് കാണുന്ന ആർത്തർ, ഈ സ്ഥലത്ത് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് വെപ്പൺസ് ഉണ്ട്, അത് ഇവിടെയുള്ള എന്തോ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ അർത്ഥം എന്നെ കൊണ്ട് കഴിയുന്നതുപോലെ എത്രയും പെട്ടെന്ന് ഞാൻ പവർ നേടിയെടുക്കണം. അപ്പോ ആലീസ് അവനോട്, നീ അച്ഛനോട് ഹായ് പറഞ്ഞില്ലേ, ഇനി ഉറങ്ങാനുള്ള സമയമാണ് എന്ന് പറഞ്ഞ ആർത്തറിനെ ആലീസ് ഉറക്കുമ്പോ, ഈ ദിവസങ്ങൾ മുഴുവനും വളരെ ദേഷ്യം പിടിപ്പിക്കുന്നതാണെങ്കിലും ഈ ഒരു കാര്യം മാത്രം എനിക്ക് ഇഷ്ടമാണ്, കാരണം പണ്ട് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും ഉറങ്ങാതെ ശീലിച്ചു എന്ന് അവൻ ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തെ പറ്റി അവൻ പറയുന്നു. ശേഷം ഒരുപാട് രാത്രിയും പകലും കടന്നുപോയി, അത് ഒരുപാട് മാസങ്ങളായി. ഇപ്പോ ആർത്തർ പതിയെ മുട്ടുകുത്തി നടന്നു തുടങ്ങി. അത് കണ്ട് അവന്റെ അച്ഛനും അമ്മയും കുറച്ചു നേരം പേടിക്കുന്നുണ്ട്. അപ്പോ ആർത്തർ പതിയെ നടന്ന് അവന്റെ രൂപം കണ്ണാടിയിൽ കാണുന്നത് കണ്ട്, നോക്ക് കുട്ടി ആർത്തർ അവന്റെ രൂപം കണ്ണാടിയിൽ കാണുന്നു എന്ന് റെയ്നോൾഡ് പറയുന്നത് കേട്ട ആർത്തർ, കുട്ടി ആർത്തർ, ഇത്രയും മാസം കടന്നുപോയി എന്നിട്ടും ഞാൻ ഈ പേരിനോട് പൊരുത്തപ്പെട്ടിട്ടില്ല. അടുത്ത സീനില് ആലീസ് ആർത്തറിനെ കിടത്തി ഉറക്കിയതിനു ശേഷം അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ആർത്തർ ഉറങ്ങിയിട്ടില്ലായിരുന്നു. കണ്ണു തുറക്കുന്ന ആർത്തർ അവൻ കിടക്കുന്ന അടുത്ത് നിന്ന് പതിയെ താഴേക്ക് ഇറങ്ങി. എന്നിട്ട് ആലീസ് കാണാതെ അവര് ബുക്കൊക്കെ വെച്ചിരിക്കുന്ന റൂമിലേക്ക് മുട്ടുകുത്തി പോയി ആർത്തർ അവിടെയുള്ള ബുക്ക് എടുത്ത് വായിച്ചു നോക്കുകയാണ്. അത് ആ ലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. അവൻ ജനിച്ച ഈ കോണ്ടിനെന്റിന്റെ പേര് ഡിക്കേതൻ എന്നാണ്. 3 രാജ്യങ്ങൾ അടങ്ങുന്ന ഡിക്കേതനിലെ ഒന്നാമത്തെ രാജ്യം ദ ഡാർക്ക് കിങ്ഡം, കുള്ളന്മാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഡാർക്ക് കിങ്ഡം. രണ്ടാമത്തത് ദ എലനോയർ കിങ്ഡം, ഉൾക്കാടിനോട് ചേർന്ന് ജീവിക്കുന്ന എൽഫുകളാണ് അവിടെ ഉള്ളത്. അവസാനത്തത് ദ സാപ്പിൻ കിങ്ഡം,
അവിടെയാണ് നമ്മുടെ ആർത്തർ ജനിച്ചത്. ഒരുപാട് ആൾക്കാരുള്ള മനുഷ്യര് ജീവിക്കുന്ന രാജ്യമാണ് ഈ സാപ്പിൻ കിങ്ഡം. ഈ 3 രാജ്യവും ഭരിക്കുന്നത് രാജാക്കന്മാരാണ്. അതൊരിക്കലും അവർ പിടിച്ചടക്കിയതല്ല, പകരം തലമുറയായിട്ട് കൈമാറി കിട്ടിയതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്ന ആർത്തർ അടുത്തൊരു ബുക്ക് എടുത്തു. ആ ബുക്കിൽ പറയുന്നത് മാജിക്കിനെ കുറിച്ചാണ്. അവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന മാജിക്കിനെ കുറിച്ച്. അവൻ ഇതിനു മുമ്പ് ജീവിച്ച സ്ഥലത്തെ ടെക്നോളജി ഒന്നും ഇവിടെ ഇല്ലാത്തതിന്റെ കാരണം അത് മാജിക് ആണ്. മാന എന്ന് പറയുന്ന ഒരു പവർ സോഴ്സ് ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. മാന കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. 100 പേരുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ആ പവർ ഉണ്ടാവും. ഇതിൽ തന്നെ ഈ പവറിനെ 2 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആഗ്യുമെന്റിംഗ്, 2 കോഞ്ചറിംഗ്. ഇതിലെ ആഗ്യുമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ശരീരത്തിന്റെ സ്ട്രെങ്ത് കൂട്ടി അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് ആഗ്യുമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അകത്തുള്ള മാന ഉപയോഗിച്ച് ഒരുപാട് ശക്തി കിട്ടും. അടുത്തത് കോഞ്ചറിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവരുടെ അകത്തുള്ള മാന പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതായത് അവർക്ക് എലമെന്റുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കല്ലെടുത്ത് പൊക്കാൻ പറ്റും, തീ ഉണ്ടാക്കാൻ പറ്റും, ലൈറ്റ്നിങ് അല്ലെങ്കിൽ ഐസ്. കൂടാതെ അവർക്ക് ഓരോരോ സ്പെല്ലുകൾ ഉപയോഗിക്കാൻ പറ്റും. ഈ പവർ ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് കോഞ്ചറേഴ്സ് എന്ന് പറയുന്നത്. ഇത് വായിക്കുന്ന ആർത്തറിന് നേരത്തെ അവന്റെ അമ്മ ഉപയോഗിച്ച പവർ എന്താണെന്ന് മനസ്സിലായി. ഈ മാന കൺട്രോൾ ചെയ്യാനുള്ള ഒരേ ഒരു വഴിയാണ് ഓരോരുത്തരുടെയും അകത്തുള്ള മാന കോർ. ശരീരത്തിലെ മുഴുവൻ മാനയും ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നതിനെയാണ് മാന കോർ എന്ന് പറയുന്നത്. അങ്ങനെ മാന കോറിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഒരു പവർഫുൾ ആയിട്ടുള്ള മേജ് ആയിട്ട് മാറും. ഈ ഒരു കാര്യം ആർത്തറിന് പുതിയതല്ല. കാരണം അവൻ ഇതിനു മുമ്പ് അവൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് ഇതുപോലെയായിരുന്നു പവർ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ അവന്റെ പഴയകാല ഓർമ്മകളും അവനെ സഹായിക്കും എന്ന് ചിന്തിക്കുന്ന ആർത്തർ അവന്റെ മുഴുവൻ ഫോക്കസും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ പതിയെ പതിയെ അവൻ അവന്റെ മാന പവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ പെട്ടെന്ന് അവന്റെ അമ്മ ആലീസ് അവനെ എടുത്തു. അയ്യോ തൂക്കിയല്ലോ നാഥ എന്ന് ചിന്തിക്കുന്ന ആർത്തറിനെ ആലീസ് അവന്റെ ഡയപ്പർ മാറ്റാൻ കൊണ്ടുപോകുന്നു. ശേഷം 2 വർഷം കടന്നുപോയി. പക്ഷെ അപ്പോഴും ആലീസിനെ ആർത്തർ ജനിച്ചിട്ട് ഇതുവരെ ചിരിച്ചിട്ടില്ല എന്ന് ചിന്തിച്ച് സങ്കടം വരുന്നുണ്ട്. അപ്പൊ കുട്ടി ആർത്തറിനെ റെയ്നോൾഡ് ട്രെയിനിങ് കൊടുക്കുന്നത് കണ്ട് ആലീസ് അവൻ നടക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അവനെ കൊണ്ട് ഇതുപോലെയുള്ള ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ആലീസ് ദേഷ്യപ്പെടും. ശേഷം അവൾ ആർത്തറിനെ കൊണ്ട് ടൗണിലേക്ക് വരുന്നു. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് ആർത്തറിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ വെച്ച് ഓരോ കാര്യങ്ങളും ആർത്തറിന് പുതിയതായിട്ട് പഠിക്കാൻ പറ്റും. അവൻ അവിടെ വെച്ച് ഒരുപാട് വെപ്പൺസ്, റെയർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ്, ആൾക്കാർ മാജിക് ചെയ്യുന്നത് ഇതൊക്കെ കാണുന്ന ആർത്തറിന് ആ സ്ഥലം ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമല്ലോ. ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ആർത്തറിന് അവന്റെ മനസ്സിൽ എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരുന്നുണ്ട്, എന്റെ എല്ലാ കാര്യങ്ങളും ഇവർ നോക്കുന്നുണ്ട്, എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് അവർ ആർത്തറിനെ നോക്കുന്നത് ഒരു പുതിയ അനുഭവമായിട്ടാണ് ആർത്തർ കാണുന്നത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ അവൻ ജനിച്ചതും വളർന്നതൊക്കെ ഒരു ഓർഫനേജിലാണ്. അതുകൊണ്ട് ഒരു ഫാമിലിയുടെ സ്നേഹം എന്താണെന്ന് ഇവരുടെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ആലീസ് ആർത്തറിനെ ഉറക്കിയതിനു ശേഷം ആർത്തർ നിനക്കറിയോ, ബെഡിൽ നിന്ന് നീ ഇറങ്ങി ആരും കാണാതെ ബുക്ക് പോയി വായിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ മാർക്കറ്റിലെ ഓരോ സാധനങ്ങൾ കണ്ട് അതിലേക്ക് നിന്റെ കണ്ണ് പോകുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഒരു ദിവസം നീ റെയ്നോൾഡിനെ പോലെയാവും. ഈ ലോകം മുഴുവൻ നീ ചുറ്റിക്കറങ്ങി കാണണം. എനിക്ക് വേണ്ടത് നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണ്. ഇതിനുശേഷം നമ്മൾ കാണുന്നത് റെയ്നോൾഡ് ട്രെയിനിങ് ചെയ്യുന്നത് കുട്ടി ആർത്തർ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ റെയ്നോൾഡ് അവന്റെ മുഴുവൻ കോൺസെൻട്രേഷനും ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അവന്റെ അകത്തെ പവർ ഉപയോഗിക്കുന്നു. ആ സമയത്ത് അവിടേക്ക് വരുന്ന ആലീസ് ആർത്തറിനെ വീണ്ടും ഉറക്കാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ആർത്തർ അവിടുത്തെ ഷെൽഫിലെ ഒരു ബുക്ക് കണ്ട് അത് അവന് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. പക്ഷെ ഇത് ഉറങ്ങാനുള്ള സമയമാണ്, നീ ഇപ്പൊ പോയി കിടന്നുറങ്ങണം എന്ന് ആലീസ് പറയുന്നുണ്ടെങ്കിലും ആർത്തറിന്റെ ക്യൂട്ടായിട്ടുള്ള മുഖം കണ്ട് അവസാനം ആ ബുക്ക് അവൻ എടുത്തു കൊടുത്ത് ആലീസ് അവിടുന്ന് പോകുന്നു. ആർത്തർ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് മാനാക്കോറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇപ്പൊ അവൻ അവന്റെ മുഴുവൻ കോൺസെൻട്രേഷനും ശരീരത്തിലെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആർത്തർ കുറച്ച് സമയം എടുത്ത് മുഴുവൻ കോൺസെൻട്രേഷനും മാനാക്കോറിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് അവരുടെ വീട് പൊട്ടിത്തെറിക്കുകയാണ്. പുറത്തുള്ള റെയ്നോൾഡ് ആലീസിനെ പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഒരുപാട് അപകടം പറ്റിയേനെ. ശേഷം രണ്ടുപേരും ആർത്തർ ആർത്തർ അവൻ അകത്തുണ്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ റെയ്നോൾഡ് ഷോക്കായി. എന്റെ ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവൻ ഇതുവരെ 3 വയസ്സ് പോലും ആയിട്ടില്ല എന്ന് പറയുന്ന റെയ്നോൾഡിന്റെ അടുത്തേക്ക് ആലീസും പെട്ടെന്ന് ഓടി വന്ന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടു. അത് മാനാക്കോർ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആർത്തറിനെയാണ്. ശേഷം ആർത്തർ പതിയെ താഴേക്ക് ഇറങ്ങി. പെട്ടെന്ന് വീടിന്റെ കുറച്ച് ഭാഗം അവന്റെ ദേഹത്തേക്ക് വീഴാൻ വരുന്നു. അപ്പോൾ ആർത്തറിനാണെങ്കിൽ ഓടാനും കഴിയുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ കഥ കഴിഞ്ഞു, പക്ഷെ എനിക്ക് ഇവിടെ വെച്ച് മരിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ആർത്തറിനെ പെട്ടെന്ന് റെയ്നോൾഡ് വന്ന് ആ ഒരു പലകഷ്ണം തട്ടിമാറ്റി. അതുപോലെ ആലീസ് ആർത്തറിനെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആലീസ് അവിടെ വെച്ച് കരയുന്നു. അത് കാണുന്ന ആർത്തറിന് അത് ശരിയാണ്, എന്റെ സുരക്ഷ അത് ഇവർ രണ്ടുപേരും ഉറപ്പുവരുത്തും, അതാണ് പാരന്റ്സിന്റെ കടമ എന്ന് ആർത്തർ ചിന്തിക്കുന്നു. അപ്പോൾ ആർത്തറിനൊന്നും സംഭവിക്കാത്തതുകൊണ്ട് സന്തോഷത്തോടെ റെയ്നോൾഡും ആലീസും കരയുന്നു. ഇവരെന്തിനായി കരയുന്നേ? അവരവരുടെ കടമ ചെയ്തു, അതിനവര് സന്തോഷിക്കല്ലേ വേണ്ടേ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഈ ലോകത്തുള്ള ഒരു ബുക്കിൽ നിന്നും പഠിക്കാൻ കഴിയില്ല. എന്റെ കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റാത്ത ഒന്നാണിത് എന്ന് പറഞ്ഞ ആർത്തറും അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ ഇതെന്താണെന്ന് എന്ന് കരയുന്ന ആർത്തർ ചിന്തിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഏതോ ഒരു ഡഞ്ചനിലുള്ള ഒരു വലിയ മോൺസ്റ്ററിനെയാണ്. ആ മോൺസ്റ്ററിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ അതൊരു മോൺസ്റ്റർ ആണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നറിയാൻ നിങ്ങൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കണം. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, അതൊരു മോൺസ്റ്റർ അല്ല, ഇത്ര മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. സോ ഈ ഒരു സീസൺ 1 മൊത്തം 24 എപ്പിസോഡ് ഉണ്ട്. അടുത്ത എപ്പിസോഡ് റിലീസ് ആവുന്നത് ഈ മാസം ഏപ്രിൽ 9-നാണ്. സോ റിലീസായ ഉടൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അതുകൊണ്ട് ആ വീഡിയോ കാണാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ ആനിമോ.